ഇന്ന് നമ്മൾ കിഴക്കേനെയും പടിഞ്ഞാറിനെയും ഒരുമിപ്പിച്ച ആധുനിക ആത്മീയതയ്ക്കൊരു പുതിയ മുഖം നൽകിയ സ്വാമി വിവേകാനന്ദനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. എല്ലാത്തിൻ്റെയും തുടക്കം ഈ ഒരൊറ്റ ചോദ്യത്തിൽ നിന്നായിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലൊരു ചെറുപ്പക്കാരൻ താൻ കണ്ടുമുട്ടുന്ന ഓരോ ആത്മീയ ഗുരുവിനോടും ചോദിച്ചുകൊണ്ടിരുന്നൊരു ചോദ്യം. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അന്വേഷണത്തിന് തിരികൊളുത്തിയത് ഈ ചോദ്യമാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ കഥയിലേക്ക് വരാം. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് നരേന്ദ്രനാഥ ദത്ത എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ഉള്ളിൽ എപ്പോഴും ഒരു സംഘർഷം നടന്നിരുന്നു. കാരണം ഒരറ്റത്ത് അദ്ദേഹത്തിന്റെ അച്ഛൻ വിശ്വനാഥ ദത്ത, അദ്ദേഹം ഒരു യുക്തിവാദിയായിരുന്നു, പാശ്ചാത്യ ചിന്തകളെയും ശാസ്ത്രത്തെയും ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാൾ. എന്നാൽ മറുവശത്ത് അമ്മ ഭുവനേശ്വരി ദേവി, ആഴത്തിലുള്ള ഭക്തിയും ഇന്ത്യൻ ഇതിഹാസങ്ങളിൽ അടിയുറച്ച വിശ്വാസവുമുള്ള ഒരു സ്ത്രീ. അപ്പോൾ ഈ രണ്ട് ലോകങ്ങൾക്കിടയിലാണ് നരേന്ദ്രൻ വളർന്നത്. അദ്ദേഹം വെറുമൊരു സാധാരണ ഭക്തനായിരുന്നില്ല കേട്ടോ. കാന്റ്, ഡാർവിൻ, ജോൺ സ്റ്റുവർട്ട് മിൽ ഇവരുടെയൊക്കെ തത്വചിന്തകൾ പഠിച്ച വളരെ ഷാർപ്പായൊരു ബുദ്ധിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അതുകൊണ്ട് തന്നെ കണ്ണടച്ച് ഒന്നിനെയും വിശ്വസിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. വെറുതെ വിശ്വസിച്ചാൽ പോരാ, നേരിട്ട് അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒരു സത്യം വേണം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. വർഷങ്ങളോളം അലിഞ്ഞു നടന്നതിന് ശേഷം അതേ ചോദ്യവുമായി നരേന്ദ്രൻ കൊൽക്കത്തയിലെ ദക്ഷിണേശ്വരം ക്ഷേത്രത്തിലെത്തി. അവിടെ വെച്ചാണ് അദ്ദേഹം ശ്രീരാമകൃഷ്ണ പരമഹംസനെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ മുന്നിലും നരേന്ദ്രൻ തൻ്റെ ചോദ്യം വെച്ചു. വളരെ നേരിട്ടുള്ള ഒരു വെല്ലുവിളി പോലെയുള്ള ചോദ്യമായിരുന്നു അത്. ആ ഒരൊറ്റ മറുപടി അത് നരേന്ദ്രൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. കാരണം അത് പുസ്തകങ്ങളിൽ നിന്ന് വായിച്ച അറിവല്ലായിരുന്നു, അതൊരു അനുഭവമായിരുന്നു. ആ നിമിഷം അദ്ദേഹത്തിൻ്റെ യുക്തിയുടെയും സംശയങ്ങളുടെയും മതിലുകളെല്ലാം തകർന്നു വീണു. താൻ ഇത്രയും കാലം അന്വേഷിച്ച് നടന്ന ഉത്തരം ഒടുവിൽ അദ്ദേഹത്തിന് കിട്ടി. തൻ്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണന്റെ മരണശേഷം നരേന്ദ്രൻ സന്യാസം സ്വീകരിച്ചു. അതോടെയാണ് അദ്ദേഹം സ്വാമി വിവേകാനന്ദൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. വിവേകാനന്ദൻ എന്ന വാക്കിനർത്ഥം വിവേകപൂർണമായ ജ്ഞാനത്തിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദം എന്നാണ്. അത് അദ്ദേഹത്തിൻ്റെ പുതിയ ജീവിതത്തിൻ്റെ തുടക്കമായിരുന്നു. 5 വർഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. തൻ്റെ രാജ്യത്തെ, ഇന്ത്യയെ അടുത്തറിയാൻ വേണ്ടി കയ്യിൽ ഒരു രൂപ പോലുമില്ലാതെ ഒരു സന്യാസിയായി അദ്ദേഹം അലഞ്ഞു നടന്നത് നീണ്ട 5 വർഷമാണ്. ആ യാത്ര ഒരു സാധാരണ തീർത്ഥാടനമായിരുന്നില്ല, അതൊരു പഠനയാത്രയായിരുന്നു. ഇന്ത്യയുടെ ഓരോ മുക്കിലും മൂലയിലുമുള്ള വേദനകൾ അദ്ദേഹം നേരിൽ കണ്ടു. കൊടിയ ദാരിദ്ര്യം, ജാതിയുടെ പേരിലുള്ള അനീതികൾ, ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു ജനത. ഈ കാഴ്ചകളാണ് അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യം തന്നെ മാറ്റിവരച്ചത്. സ്വന്തം മോക്ഷത്തിനപ്പുറം ഒരു രാഷ്ട്രത്തെ മുഴുവനായി ഉണർത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പുതിയ ദൗത്യം. ഇവിടെയാണ് വിവേകാനന്ദന്റെ ഏറ്റവും ശക്തമായൊരു തിരിച്ചറിവ് വരുന്നത്. ഇന്ത്യക്ക് ആത്മീയമായ ഉണർവ് വേണമെങ്കിൽ അതിനാദ്യം വേണ്ടത് ശാരീരികവും മാനസികവുമായ ശക്തിയാണ്, ആത്മാഭിമാനമാണ്, സേവനം ചെയ്യാനുള്ള മനസ്സാണ്. ദുർബലമായൊരു ശരീരത്തിനോ മനസ്സിനോ ഉയർന്ന ചിന്തകളെ താങ്ങാനാവില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ ഇന്ത്യയുടെ ആത്മീയ സന്ദേശം ലോകത്തിന് മുന്നിലെത്തിക്കാൻ അദ്ദേഹം അമേരിക്കയിലേക്ക് കപ്പൽ കയറി. 1893 ചിക്കാഗോയിൽ നടന്ന ലോകമത പാർലമെന്റ് ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. അദ്ദേഹം തന്റെ പ്രസംഗം തുടങ്ങിയത് ഈ വാക്കുകളോടെയാണ്. ആ ഒരൊറ്റ അഭിസംബോധനയിൽ ആ വലിയ സദസ്സൊന്നടങ്കം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ഏകദേശം 2 മിനിറ്റോളം ആ കരഘോഷം നീണ്ടുനിന്നു. ലോകചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം അവിടെ തുടങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സന്ദേശം വളരെ ലളിതവും വ്യക്തവുമായിരുന്നു. എല്ലാ മതങ്ങളും ഒരേ ലക്ഷ്യത്തിലേക്കുള്ള പല വഴികളാണെന്നും ലോകത്തിന് വേണ്ടത് പരസ്പരം സഹിഷ്ണുതയോടെ ജീവിക്കാനാണെന്നും അല്ലാതെ ആളുകളെ മതം മാറ്റാനല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഹിന്ദുമതത്തെ കേവലം കുറേ ആചാരങ്ങളായിട്ടല്ല, മറിച്ച് ആഴത്തിലുള്ള, എല്ലാവർക്കും സ്വീകരിക്കാൻ കഴിയുന്ന ഒരു തത്വചിന്തയായിട്ടാണ് അദ്ദേഹം ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത്. ഒരുപക്ഷെ വിവേകാനന്ദന്റെ ഏറ്റവും വലിയ സംഭാവന ഇതായിരിക്കും: പ്രായോഗിക വേദാന്തം. ആത്മീയതയെ ആശ്രമങ്ങളിൽ നിന്നും ധ്യാനമുറികളിൽ നിന്നും പുറത്തെടുത്ത് സാധാരണക്കാരൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. ഓരോ മനുഷ്യനിലും ഈശ്വരനെ കാണുക, അവരെ സേവിക്കുന്നതിലൂടെ ഈശ്വരനെ ആരാധിക്കുക. ഇത് ആത്മീയതയെ ഒരു വലിയ സാമൂഹിക ശക്തിയാക്കി മാറ്റി. ഇനി ഇതിലൊരു രസകരമായ കാര്യമുണ്ട്. ഓരോ മനുഷ്യൻ്റെയും സ്വഭാവം വ്യത്യസ്തമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഒരേ വഴി ശരിയാവണമെന്നില്ല. അതിനാൽ അദ്ദേഹം 4 വഴികൾ മുന്നോട്ട് വെച്ചു. അറിവിൻ്റെ വഴി ഇഷ്ടപ്പെടുന്നവർക്ക് ജ്ഞാനയോഗം, സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും വഴിക്ക് ഭക്തിയോഗം, നിസ്വാർത്ഥമായി പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് കർമ്മയോഗം, മനസ്സിനെ നിയന്ത്രിക്കാനും ധ്യാനിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് രാജയോഗം. ഇങ്ങനെ ഓരോരുത്തർക്കും അവരവരുടെ സ്വഭാവത്തിനനുസരിച്ച് ഒരു വഴി തിരഞ്ഞെടുക്കാം. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ കേൾക്കൂ. യഥാർത്ഥ ആത്മീയതയ്ക്ക് ഭയമില്ലായ്മയും ധൈര്യവും അത്യാവശ്യമാണെന്ന് അദ്ദേഹം ഉറക്കെ പറഞ്ഞു. പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതല്ല, മറിച്ച് അവയെ നേരിടാനുള്ള ശക്തി നേടുന്നതാണ് ശരിയായ ആത്മീയത.
വിവേകാനന്ദന്റെ സ്വാധീനം ആത്മീയതയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. പിന്നീട് ഇന്ത്യയുടെ ചരിത്രം മാറ്റിയെഴുതിയ മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ടാഗോർ തുടങ്ങിയ നേതാക്കന്മാരുടെ എല്ലാം ചിന്തകളിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നു. ആധുനിക ഇന്ത്യയുടെ ആത്മാഭിമാനത്തിന്റെ ശബ്ദമായിരുന്നു അദ്ദേഹം. വെറും 39 വയസ്സ്. ഈ ലോകം വിട്ടുപോകുമ്പോൾ അദ്ദേഹത്തിന് അത്രയും പ്രായമുണ്ടായിരുന്നുള്ളൂ. ഇത്രയും ചെറിയൊരു ജീവിതത്തിനുള്ളിൽ അദ്ദേഹം ചെയ്തു തീർത്ത കാര്യങ്ങൾ ഓർക്കുമ്പോൾ നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. ഒരു കൊടുങ്കാറ്റ് പോലെ വന്ന് ലോകത്തെ മുഴുവൻ ഉണർത്തി അദ്ദേഹം കടന്നുപോയി. അദ്ദേഹം നമുക്ക് നൽകിയ ഏറ്റവും വലിയ ആഹ്വാനം ഇതാണ്. ഇത് വെറുമൊരു ഉദ്ധരണി മാത്രമല്ല, ഓരോ വ്യക്തിയുടെയും ഉള്ളിലുള്ള കഴിവിനെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. സ്വന്തം ശക്തി തിരിച്ചറിഞ്ഞ് ലക്ഷ്യത്തിനു വേണ്ടി പരിശ്രമിക്കാൻ ഇന്നും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനം നൽകുന്ന വാക്കുകളാണിത്. ഇവിടെ ഒരു ചോദ്യം ബാക്കിയുണ്ട്. എന്താണ് നമ്മുടെ ലക്ഷ്യം? അത് നേടാൻ നമ്മൾ തയ്യാറാണോ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.